രണ്ടാമത് അധികാരത്തിൽ വന്നതിന് പിന്നാലെ തന്നെ ട്രംപിന്റെ ആയുധമായിരുന്നു തീരുവ. ആ തീരുവ പല രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്താനായി ഉപയോഗിച്ചു. അതോടൊപ്പം തന്നെ തൻ്റെ ഇഷ്ടങ്ങൾ അനുസരിക്കാത്ത രാജ്യങ്ങൾക്ക് തീരുവ ചുമത്തുന്നത് നാം കണ്ടു. പക്ഷെ അതിന് വലിയ തിരിച്ചടിയാണ് സ്വന്തം രാജ്യത്ത് നിന്നും ട്രംപിന് ലഭിച്ചിരിക്കുന്നത്, അമേരിക്കയിലെ കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ട്രംപ് എന്ന കോടതികളെയും ഭരണ സംവിധാനത്തെയും വെല്ലുവിളിക്കുന്ന അമേരിക്കയിലെ ഒരു നേതാവാണ്. ഇതിനും ഒരു തിരിച്ചടി കോടതിക്ക് നൽകുമോ? ട്രംപ് ആണ് പ്രസിഡന്റ് എന്നുള്ളത് കൊണ്ട് എന്തും അദ്ദേഹം ചെയ്യാൻ മടിക്കില്ല. ഇപ്പോൾ തന്നെ ഈ ഒരു സുപ്രീം കോടതിയുടെ വിധി വന്ന ഉടൻ തന്നെ അദ്ദേഹം അതിൻ്റെ തുടക്കം കുറിച്ചു. ആഗോള തീരുവ എന്ന് പറഞ്ഞ് ഇപ്പോൾ നിലവിലുള്ളതിനേക്കാൾ ഒരു 10% എല്ലാ സാധനങ്ങൾക്കും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കോടതി വിധി വന്നാൽ അത് ഉൾക്കൊള്ളുന്നതിനുള്ള ഒരു താല്പര്യവും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതിൻ്റെ സൂചനയാണത്. ഇവിടെ ആ ജഡ്ജിമെൻറ്റ് 9 ജഡ്ജിമാർ, അതിലെ 6-3 ഈ വന്നത്. ആ ജഡ്ജിമാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താ? അവർക്ക് ദേശീയതയില്ല, രാജ്യസ്നേഹമില്ല, അമേരിക്കയുടെ ഭരണഘടനയോട് കൂറില്ല എന്നൊക്കെ ജഡ്ജിമാരെ കുറിച്ച് വരെ പറയുകയാണ്. അതായത് അദ്ദേഹം ഒരു തനി ഏകാധിപതി എന്നുള്ള നിലയിൽ, ഞാൻ ഭരിക്കുമ്പോൾ ഞാൻ ഒരു തീരുമാനമെടുത്താൽ അത് സുപ്രീം കോടതിയിൽ വന്നാൽ അവിടുത്തെ എല്ലാ ജഡ്ജിമാരും എനിക്ക് അനുകൂലമായി നിൽക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവത്തെയാണ് അത് തുറന്ന് കാട്ടുന്നത്. പക്ഷേ നോക്കൂ, മുടിയൂടാ മന്നനായി ഇന്ത്യയെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയൊക്കെ നാണം കെടുത്തുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി, ഇന്നലെയും നടത്തി. അതിൻ്റെ ആ നടത്തിയ ദിവസം തന്നെയാണ് ഈ സുപ്രീം കോടതിയുടെ വിധി വരുന്നതും കൂടി നമ്മൾ കൂട്ടി വായിക്കണം. അദ്ദേഹം ഓരോ ദിവസം പ്രസ്താവന നടത്തി കഴിയുമ്പോഴും ഈ യുദ്ധത്തിൽ നഷ്ടപ്പെടുന്ന വിമാനങ്ങളുടെ എണ്ണമൊക്കെ അദ്ദേഹം സ്വയം അങ്ങ് കൂട്ടുകയാണ്. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ പ്രസിഡന്റ് പോലെയുള്ള ഒരാൾ ഈ യുദ്ധങ്ങളൊക്കെ നിർത്തിയത് ഞാനാണ് എന്ന് ഒരു തവണ പറഞ്ഞാൽ പോരെ? എല്ലാ പത്രസമ്മേളനങ്ങളിലും ഏത് രാജ്യത്ത് പോയാലും ഇങ്ങനെയൊക്കെ വീമ്പടക്കുക എന്ന് പറയുന്നതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അദ്ദേഹം തോന്നിയതുപോലെ ഭരിക്കും എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് ഇതേ ട്രംപിൻ്റെ ജനപിന്തുണയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അന്ന് അദ്ദേഹത്തിന് 53% എതിർപ്പുണ്ടായിരുന്നു. ഇപ്പോൾ അത് കേൾക്കുന്നത് 71% എന്ത് ഈ കേരളത്തിൽ സ്വർണത്തിൻ്റെ വില കയറുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ അതേപോലെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇടിയുമ്പോഴും പലരും ചോദ്യം ഉന്നയിച്ചിരുന്നു, ട്രംപിന് ആര് മണികെട്ടുമെന്നൊരു ചോദ്യം ഉയർന്നു വന്നിരുന്നു. അതാണ് നാം സുപ്രീം കോടതിയിൽ കണ്ടത്. അതെ, കാരണം സുപ്രീം കോടതി ഇതിപ്പോൾ വ്യക്തിപരമായി അദ്ദേഹത്തോടുള്ള വിയോജിപ്പൊന്നുമല്ല. കൃത്യമായി നമ്മൾക്ക് ഈ ജഡ്ജ്മെൻറ്റ് പൂർണ്ണമായി കാണണ്ട, മാധ്യമങ്ങളിലൂടെ എല്ലാത്തിലും ഒരേപോലെ തന്നെയല്ലേ വരുന്നത്. അതായത് അദ്ദേഹം ഒരു പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഞാൻ ഇത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ആ അധികാരം ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു വകുപ്പുണ്ട്, ഇൻ്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട്. അടിയന്തര സാമ്പത്തിക ഘട്ടങ്ങളിൽ ഇന്ത്യൻ പ്രസിഡന്റിന് ചില അധികാരം ഉപയോഗിക്കാം. മുൻ പ്രസിഡന്റന്മാർ പലരും ഈ അധികാരം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അവരുപയോഗിച്ചത് സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അപ്പം അമേരിക്കയ്ക്ക് മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന് നൽകുന്ന സാമ്പത്തികം നിർത്തിവെക്കാം, അത് അവരുടെ അധികാരപരിധിയിൽ വരും. ഈ പറയുന്ന തീരുവ പ്രഖ്യാപിക്കണമെങ്കിൽ അത് അമേരിക്കൻ കോൺഗ്രസ് ഉണ്ട്. ആ കോൺഗ്രസിൻ്റെ നമ്മളുടെ ഇവിടുത്തെ ലോക്സഭ അല്ലെങ്കിൽ പാർലമെൻറ്റ് രാജ്യസഭയും കൂടെ ചേർന്ന് വേണം എന്ന് പറയുന്ന പോലെയുള്ള ഒരു അധികാരമുണ്ട്. ആ അധികാരം മറികടന്നുകൊണ്ട്, കാരണം അത് അദ്ദേഹത്തിനറിയാം, കോൺഗ്രസിൻ്റെ അനുവാദം ഇതിനു വേണ്ടി ചോദിച്ചാൽ കിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിനറിയാം. മൃഗീയ ഭൂരിപക്ഷത്തിലൊന്നും ഭരിക്കുന്ന ഒരു പ്രസിഡന്റ് അല്ലല്ലോ. ഇനി അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും പിന്നീട് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ യോജിപ്പില്ല. അപ്പോൾ ഇവിടെ നമ്മളുടെ നാട്ടിലെ പോലെയല്ല, എടുക്കുന്ന തീരുമാനത്തിനോട് വിയോജിപ്പുണ്ടെങ്കിൽ അന്ധമായി എന്തായാലും ട്രംപിനെ നമ്മൾ ജയിപ്പിച്ചു പോയി, അതുകൊണ്ട് ഇനി അങ്ങേര് എന്ത് ചെയ്താലും നമ്മൾ പിന്തുണ കൊടുക്കുക എന്നുള്ള മനോഭാവമൊന്നും അവിടുത്തെ കോൺഗ്രസ് അംഗങ്ങൾക്കില്ല. ഈ ട്രംപിന്റെ ചരിത്രം നമുക്കറിയാം. പരാജയപ്പെട്ടതിന് ശേഷം അധികാരം കൈമാറാൻ പോലും തയ്യാറാകാത്തൊരു നേതാവായിരുന്നു ട്രംപ്. ആ ട്രംപിന് ഈ സുപ്രീം കോടതിക്കെതിരെ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ നിലപാട്? അല്ല, ഇനി സുപ്രീം കോടതിക്കെതിരെ അദ്ദേഹം ഈ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും.
സുപ്രീം കോടതിയെ പിരിച്ചുവിടാനോ അതിലെ ഏതെങ്കിലും ജഡ്ജിമാരെ മാറ്റിയിട്ട് പകരം ജഡ്ജിമാരെ നിയമിക്കാനും ഒക്കെ അവരുടെ ഭരണഘടന അനുവദിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ അമേരിക്ക പോലെ ഒരു രാജ്യം അത് ചെയ്യില്ല. ഇനി അങ്ങനെ ഒരാശയം ഇദ്ദേഹം കൊണ്ടുവന്നാലും അത് ഏകപക്ഷീയമായി ചെയ്യാൻ പറ്റില്ല. കോൺഗ്രസിൽ വെച്ച് അത് വിജയിപ്പിക്കണം. അത് ഭാഗ്യവശാൽ, അവിടുത്തെ ജനങ്ങളുടെ ഭാഗ്യവശാലും ട്രംപിൻ്റെ നിർഭാഗ്യവശാലും അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഇതിനെതിരെ പറയാം എന്നല്ലാതെ നിയമപരമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു വല്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം ചെന്നു. സുപ്രീം കോടതിയിലെ ഈ വിധി ഇദ്ദേഹം ഉൾക്കൊള്ളുമോ? അങ്ങനെ ഒരു ശീലം അദ്ദേഹത്തിനില്ല മുൻപും, അത് തന്നെ ഇപ്പോഴും തുടരുന്നു. അല്ല, അതിപ്പോൾ അദ്ദേഹം സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നാൽ അതിന് പിന്നീട് അപ്പീലില്ലല്ലോ. എന്ന് മാത്രമല്ല, ഇത് മറ്റ് രാജ്യങ്ങൾക്ക് ബാധകമാകുന്നതല്ലേ. ആ രാജ്യങ്ങൾ സ്വാഭാവികമായും അമേരിക്കയിലെ ഈ സുപ്രീം കോടതി വിധി ട്രംപ് അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിനുള്ള സംവിധാനം, അപ്പീൽ പോകാനുള്ള ലോക കോടതി എന്നൊക്കെയുള്ള സംവിധാനങ്ങളുണ്ടല്ലോ, അവിടോട്ടൊക്കെ അപ്പീൽ പോകാൻ പറ്റും. ഒരു കാര്യം ഉറപ്പാണ്, ഈ തീരുമാനം വന്നതുകൊണ്ട് ഇതിൽ ബുദ്ധിമുട്ടുന്ന രാജ്യങ്ങളെല്ലാം കൂടി ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന് ഏറ്റവും നല്ല നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത് ഇന്ത്യയാണ് എന്നുള്ളതിനും ഒരു തർക്കവുമില്ല. കാരണം നമ്മളെയാണ് ഈ ലോകരാഷ്ട്രങ്ങളിൽ ട്രംപ് ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാടുകളിൽ ഏറ്റവും അധികം പരിഹസിക്കപ്പെട്ട ഒരു രാജ്യം, വലിയ രാജ്യം ഇന്ത്യ തന്നെയാണ്. അതിന് ഒരു തർക്കവുമില്ല, ആർക്കുമില്ല. ഇപ്പം അമേരിക്ക പ്രസിഡന്റ് ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരേപോലെ കുറ്റപ്പെടുത്തിയാൽ, പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിയാൽ അതിനകത്ത് ഒരു അത്ഭുതം ആർക്കുമില്ല. പക്ഷേ ഇന്ത്യയെ കുറ്റപ്പെടുത്തിയാൽ അതേ കണക്കാണ്. രണ്ടും രണ്ട് രാജ്യമാണ്, അയൽ രാജ്യമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു മാന്യത, അംഗീകാരം പണ്ടുമുണ്ട്, ഇപ്പോഴുമുണ്ട്, നാളെയും ഉണ്ടാകും. അതുകൊണ്ട് ആ ദൗത്യം ഏറ്റെടുക്കാൻ നമ്മളുടെ പ്രധാനമന്ത്രിക്കും ഇന്ത്യക്കും കിട്ടിയ ഏറ്റവും നല്ല ഒരു സന്ദർഭവും അവസരവുമായിട്ട് നമ്മൾക്കിതിനെ കാണാൻ കഴിയും. അതിന് കൃത്യമായി ചൈനയുടെയും റഷ്യയുടെയും മറ്റ് രാജ്യങ്ങളുടെയും ഒക്കെ പിന്തുണയും നമ്മൾക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഇതിൽ നിന്നും ഈ നികുതി ഇളവുമായി ബന്ധപ്പെട്ട് ഇനിയൊരു പിന്നോട്ട് പോക്ക് ഉണ്ടാകുമോ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ? വിധിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പം നമുക്കറിയാം, നീതിന്യായ വ്യവസ്ഥയിൽ കോടതികൾക്ക് ഉത്തരവുകൾ ഇറക്കാൻ മാത്രമേ കഴിയൂ. ആ ഉത്തരവുകൾക്കനുസരിച്ച് ഭരണപരമായ ഉത്തരവുകൾ ഇറക്കേണ്ടത് ഭരണകൂടമാണ്. അതിപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയം അവിടുത്തെ കോൺഗ്രസിൽ ചർച്ചയാകുമല്ലോ. അപ്പോൾ പിന്നെ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇനി അങ്ങനെ ഒരു ഇദ്ദേഹം പറയുകയാണ്, സുപ്രീം കോടതി അത് പറഞ്ഞെങ്കിലും ഞാൻ ഇത് പിൻവലിച്ച് ഉത്തരവിറക്കില്ല എന്നുള്ളൊരു നിലപാട് അദ്ദേഹം എടുക്കുന്നു എന്നിരിക്കട്ടെ. അത് അവിടുത്തെ കോൺഗ്രസിൽ വരില്ലേ? അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അവിശ്വാസം കൊണ്ടുവന്നൂടെ ഇദ്ദേഹത്തിൻ്റെ പുറത്ത്? അങ്ങനെ ഒരു അവിശ്വാസം കൊണ്ടുവന്ന് ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭരണം തന്നെ മാറേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകില്ലേ? അതുകൊണ്ട് അതിലേക്കൊന്നും പോകും എന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരു കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല പൗരൻ, ഒരു നല്ല ദേശീയ ബോധമുള്ള ഒരു വ്യക്തി, പൗരബോധമുള്ള ഒരു വ്യക്തി അതനുസരിക്കും. പക്ഷേ ട്രംപ് അതനുസരിക്കുമെന്ന് നമ്മൾക്ക് പെട്ടെന്നെങ്ങും ചിന്തിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. നിലനിൽപ്പില്ല എന്ന് വന്നു കഴിഞ്ഞാൽ, ഇനി ഒരു മാർഗവും ഇല്ല എന്ന് വന്നാൽ മാത്രമായിരിക്കും അദ്ദേഹം ഇത് നടപ്പിലാക്കാൻ താല്പര്യപ്പെടുക എന്നുള്ളത് സത്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്, രീതിയാണ്. അതിൽ വലിയ മാറ്റമൊന്നും നമ്മൾക്ക് കാണാനും കഴിയുകയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.